എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു കുമ്പളങ്ങയുടെ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ അടുക്കളയിലോട്ട് പോയി അവിടെ അമ്മ ഉച്ചക്കാലത്തേന് ചോറിന് കറി ഉണ്ടാക്കുമായിരുന്നു. രാവിലെ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇന്ന് 2 ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് അമ്മ വേഗം ജോലി ഒതുക്കാൻ നോക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഉച്ചയ്ക്ക് ചോറും കറിയും ഉണ്ടാക്കുകയാണ്. ഞാൻ അടുക്കളയിലോട്ട് ചെന്നപ്പോഴത്തേനും അമ്മ പറഞ്ഞു ഈ കറിക്കൊന്ന് കടുക് വറുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അതിന് താളിച്ച് ചേർക്കുകയാണ്. അങ്ങനെ കറിക്ക് കടുവെല്ലാം വറുത്ത് ചേർത്ത് പിന്നെ രാവിലെ ചൂരമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മ അങ്ങനെ മീൻകറി വെക്കുകയാണ്. വെളുത്തുള്ളിയൊക്കെ ഇട്ട് മുള വരച്ച് വയ്ക്കുകയാണ്. അമ്മ അങ്ങനെ മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ പുറത്തേക്ക് പോയി. എൻ്റെ കയ്യിൽ കുറച്ച് ചീരയുടെ വിത്തുണ്ടായിരുന്നു, അത് പാവാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമുളകാണ്, കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. വെള്ള ഉണ്ടമുളകാണ്. അതിന് ഇനി ഈ ഒരു ചട്ടിയിൽ പാവാന്ന് വിചാരിച്ചു, മണ്ണൊക്കെ ഇളക്കിയിട്ടിട്ട്. വെളുമാർ രാവിലെ എഴുന്നേറ്റ് അവിടെ ഇവിടെയൊക്കെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ചട്ടിയിൽ ചീരയുടെ വിത്തൊക്കെ പാവി കുറച്ച് തറയിൽ പോയിട്ടുണ്ടായിരുന്നു പൊട്ടിച്ച വഴിക്ക്. പിന്നെ ചോറെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത്. ബസ് കയറാൻ വേണ്ടിയിട്ട് നടന്ന് പോവാണ്. പോകുന്ന വഴിക്ക് ഇവിടെ ഈ ഒരു പുല്ലൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. അമ്മ പറഞ്ഞ അമ്മയുടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി ബസ് കാത്ത് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നു. അങ്ങനെ നേരെ ആയൂരെത്തി. ഞങ്ങൾക്കൊരു സ്റ്റുഡിയോയിൽ കയറണമായിരുന്നു, ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു വൈകിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ചേട്ടൻ്റെ അവിടേക്ക് പോവാണ്, എന്ന് വെച്ചാൽ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക്. അപ്പോൾ ആളൊന്നും ജോലിക്കൊന്നും പോയില്ല, അവിടെ ഉണ്ടായിരുന്നു, ഓഫീസിൽ പോയില്ല. ബൈക്കിൽ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ അയച്ചു വെച്ചത് വീണ്ടും തിരിച്ചതിലേക്ക് ഫിറ്റ് ചെയ്യുന്ന പണിയിലായിരുന്നു ആൾ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. വല്യപ്പയ്ക്ക് സുഖമില്ലായിരുന്നു, അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അടുത്ത് തന്നെ മാമൻ്റെ വീടുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വാ അങ്ങോട്ടേക്ക് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് ചേട്ടൻ അങ്ങ് പോയായിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേനും അവിടുത്തെ ചേട്ടൻ മാത്രമേ ഉള്ളായിരുന്നു, മാമനും മാമിയൊന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ട് കേട്ടോ 2-3 പൂച്ചകൾ. അവിടെ വളർത്തുന്നതൊന്നുമല്ല, അല്ലാണ്ട് വന്ന് നിൽക്കുന്നത്. അവർ ചോറൊക്കെ കൊടുക്കും. ഈ കറുത്ത സാധനം ആണെങ്കിൽ ഭയങ്കര കളിയായിരുന്നു അവിടെ മുറ്റത്ത് കിടന്നിട്ട്. പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നടന്ന് പോയിട്ട് വേണം ബസ് കയറാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അവിടെ എത്താറായപ്പോഴത്തേനും ഒരു ബസ് അങ്ങ് പോയായിരുന്നു. പിന്നെ കുറേ നേരം നിന്നിട്ടും ബസ് വരുന്നില്ല. അങ്ങനെ നിന്നപ്പോൾ തന്നെ ചേട്ടനും നിഖിലും കൂടെ എവിടെയോ പോയിട്ട് 2 പേരുടെ വരുന്നു. അങ്ങനെ തന്നെ ഞങ്ങളെ ആയൂരോട്ട് ആക്കി. ഫ്രണ്ടിൽ അമ്മ നിഖിലിൻ്റെ കൂടെ സ്കൂട്ടിയിൽ പോകുന്നുണ്ടായിരുന്നു. ഞാൻ ചേട്ടൻ്റെ കൂടെയും പോയി. അങ്ങനെ തന്നെ ഞങ്ങളെ ആയൂരാക്കിയിട്ട് അവരെവിടെയോ പോയി. പിന്നെ ഞങ്ങൾ രാവിലെ പറഞ്ഞിരുന്ന ഫോട്ടോ ഫ്രെയിം കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു തന്നു. അപ്പോൾ ഈ ഫോട്ടോയും കാര്യങ്ങളും ഒന്നും വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ഷോക്കേസ് പോലൊരു സംഭവം ഇല്ലായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലാസ്സൊക്കെ മേടിച്ചിട്ട് ഒരെണ്ണം ചെയ്തു തരാമെന്ന്. അപ്പോൾ രാത്രി ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഷോക്കേസ് വെച്ച് തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിൻ്റെ പണിയിലാണ്.
രാത്രി 8 മണിക്ക് തുടങ്ങിയ പണി വെളുപ്പിന് 2:10 തീർന്നത്. കുറേ സമയം എടുത്തു, പക്ഷേ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാം അതിൽ വെച്ചപ്പോഴത്തേന് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് സാധനമൊക്കെ അത് എടുത്തു വെച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് 2:10 വെളുപ്പിന് പിറ്റേന്ന് ദിവസമായി. അങ്ങനെ രാവിലെ ഇരുന്ന് ആൾ കഴിക്കുകയാണ് 2 മണിക്ക്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. ടാറ്റാ.